എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയറാണ്, വിച്ച് ഇസ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടേം ഡയറ്റ് പ്ലാൻ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം അത് തന്നെയാണ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്, വിച്ച് ഇസ് ഹെൽത്തി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഫേവറേറ്റ് ഫുഡ്സ് മാത്രം കഴിച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ നമ്മളുടെ ഹെൽത്തി ഫുഡ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണം. അതിന് ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് കഴിക്കുന്നത് കറക്റ്റായിട്ട് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അത് വീട്ടിലെത്തുമ്പോൾ വേറൊരു ബുക്കിൽ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ മുതൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ഡയറിയിലോ എഴുതുക. നേരം സമയം എത്ര കഴിച്ചു എന്നൊന്നും വേണ്ട, ജസ്റ്റ് എന്താ കഴിച്ചതെന്ന് മാത്രം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ ചെന്നിട്ട് ഒരു ബുക്കിൽ 3 കോളംസ് വരയ്ക്കും. അതിനകത്ത് ഫേവറേറ്റ് ഫുഡ്, ഓൾട്ടർനേറ്റ് ഫുഡ്, ആഡ് ഓൺസ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് എഴുതുന്നത്. അപ്പോൾ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ. പക്ഷേ കിട്ടിയത് ഇപ്പോൾ പുട്ടും കടലയാവാം. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ഫുഡാണ്. ഫേവറേറ്റ് അല്ലെങ്കിലും കഴിക്കാം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഫേവറേറ്റ് ഫുഡിലൊരു ബ്ലാങ്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു ഡാഷ് വരച്ചിട്ട് ഓൾട്ടർനേറ്റ് ഫുഡിലാണ് നമ്മൾ എന്താ കഴിച്ചതെന്ന് ചെയ്തേണ്ടത്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ട് ബിരിയാണി കഴിക്കണം തോന്നി, ബിരിയാണി കിട്ടി, അപ്പോൾ ഫേവറേറ്റ് ഫുഡ് നമ്മൾ കഴിച്ചു. അപ്പോൾ ഫേവറേറ്റ് ഫുഡ് അണ്ടറിലാണ് നമ്മൾ ബിരിയാണി ചെയ്തേണ്ടത്. ഓൾട്ടർനേറ്റ് ഫുഡ് ഇസ് ബ്ലാങ്ക്. ആഡ് ഓൺസ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ വെറുതെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ചാറ്റ് മസാല എല്ലാവരും കൂടെ കഴിക്കില്ലേ, ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ മെനുവിലില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എവിടെ ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് കഴിച്ച സാധനങ്ങളാണ് ആഡ് ഓൺസിൽ എഴുതേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയിൽ മെൻഷൻ ചെയ്തതിന് ശേഷം ഒരു 20 to 30 ഡേയ്സ് ആൾക്കാർക്ക് അവരുടെ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ ഫേവറേറ്റ് ഫുഡിൽ എല്ലാം ആയി. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് അൺഹെൽതി, ഹെൽത്തി ഫുഡ്, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഇത് വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ എന്താ വെച്ചാൽ, ഞാൻ 2 മാർക്കർ എടുക്കും, 2 ഡിഫറെൻറ്റ് കളർ. അതിനകത്ത് ഹെൽത്തി ഫോർ 1 മാർക്കർ ആൻഡ് അൺഹെൽത്തി വേറൊരു കളർ മാർക്കർ. അപ്പോൾ ഇപ്പോൾ രാവിലെ നിങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചെങ്കിൽ ഇറ്റ് ഈസ് ഹെൽത്തി, അപ്പോൾ ഹെൽത്തി മാർക്കർ കളർ വെച്ച് മാർക്ക് ചെയ്യുക. പൊറോട്ടയും ചിക്കനാണ് കഴിച്ചെങ്കിൽ ഇറ്റ് ഈസ് അൺഹെൽത്തി, അപ്പോൾ അത് അൺഹെൽത്തി കളർ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ളതെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ ഒരു 6 months എന്തായാലും ഇത് നിങ്ങൾ ഒന്ന് മാറ്റി വെച്ചേ പറ്റൂ. അപ്പോൾ 6 months വരെ അൺഹെൽത്തി നമുക്ക് മാറ്റി വയ്ക്കാം. മറ്റേ ഹെൽത്തി ഫുഡ് മാത്രം എടുക്കുക. അതിനകത്ത് എല്ലാം ലിസ്റ്റ് ചെയ്തതിന് ശേഷം അത് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതണം. കാർബോ ഫുഡ് എന്താ, പ്രോട്ടീൻ ഫുഡ് എന്താ, ഫാറ്റ് ഫുഡ് എന്താ, ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ബാലൻസ് കാലറി ഡയറ്റ് മെനു ഉണ്ടാക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരേ ദിവസം ഒരേ മെനു കഴിക്കുന്നതിന് കുറച്ച് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇപ്പോൾ കാർബോയിൽ ചപ്പാത്തി, ചോറ്, ഓട്സ്, ഇതൊക്കെ കാർബോ ഫുഡായിട്ട് വരുന്നത്. പിന്നെ പ്രോട്ടീനിൽ ചിക്കൻ, മട്ടൻ, ബീഫ്, മുട്ട, പാല്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം പ്രോട്ടീൻ ഫുഡാണ്. ഫാറ്റ് ഫുഡിൽ ചോക്ലേറ്റ്, ഐസ്ക്രീം, പേസ്ട്രി, ഇതെല്ലാം ഫാറ്റ് ഫുഡാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് തിങ്സ് ഓരോ ദിവസം കഴിക്കാം. അതിനകത്ത് പലർക്കും പല ഫേവറേറ്റ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ രീതിയിൽ നോക്കുക. അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ സ്പീഡ് ഓഫ് ഈറ്റിംഗ്, അതൊന്ന് നിങ്ങളൊന്ന് നോക്കണം. കുറച്ച് മെല്ലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ രീതി കഴിക്കുമ്പോൾ വിശപ്പ് കുറച്ച് പെട്ടെന്ന് എന്താ പറയുക തീരാതെ കറക്റ്റായിട്ട്, ഇപ്പോൾ ഒരുപാട് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ബിക്കോസ് ഓഫ് ദ സ്പീഡ് വിശപ്പ് അങ്ങനെ നിൽക്കും, നിങ്ങൾ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് പെതുക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിൽ പെതുക്കെ കഴിക്കുമ്പോൾ വിശപ്പ് ഒന്ന് ശമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ മെല്ലെ കഴിച്ച് ശീലിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് ടൈംസ് യു കൺസ്യൂം ഫുഡ്. ചില ആൾക്കാർ ഒരു നേരം മാത്രം കഴിക്കുന്നവരുണ്ട് ഡയറ്റിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ 2 നേരം. ഇറ്റ് ഈസ് അഡ്വൈസ് ദറ്റ് യു ഈറ്റ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ 6 times കഴിക്കുന്ന ഒരാളാണ്, ലിറ്റിൽ. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വിശപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നേരം മാത്രം കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 24 hours വരെ നമുക്ക് പിടിച്ച് നിൽക്കാൻ കുറച്ച് കഷ്ടമാണ്.
ഓൾസോ ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അസിഡിറ്റി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഡ്വൈസ് 4 to 6 നല്ലതാണ്. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രൊക്യൂർമെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഒരു ദിവസമേ കഴിക്കാൻ പാടില്ല, ഒരു ദിവസം ഒരു ചോക്ലേറ്റേ കഴിക്കാൻ പാടില്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ദിവസം ഒന്ന് മാത്രം കഴിക്കുക. ഉണ്ടല്ലോ സാധനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ട് കാര്യമില്ല, ഡയറ്റ് തെറ്റും. അപ്പോൾ ഇതാണ് പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിന് ശേഷമാണ് നമ്മുടെ ടൈം ഓഫ് ചേഞ്ച് ഒക്കെ വരുന്നത്. അത് എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വരാം. ചാനൽ കണ്ട എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും നന്ദി. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.